രാവിലെ തന്നെ പിടച്ചടിച്ചുള്ള ഓട്ടമാണ് കേട്ടോ. ഒരു സിനിമയ്ക്ക് ഇറങ്ങിയതാണ്. എല്ലാ തവണയും താമസിച്ചു പോകുന്ന ഞങ്ങൾ ഇത്തവണയും ആ പതിവൊന്നും തെറ്റിച്ചില്ല. പെട്ടെന്ന് തന്നെ ഇറങ്ങി പെട്ടെന്ന് എത്തുമായിരുന്നു. രജനീകാന്തിൻ്റെ കൂലിയാണ് കാണാൻ പോയത്. നല്ല സിനിമയായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ഇൻ്റർവെല്ലായപ്പോഴത്തേക്ക് ഒരു കോൾഡ് കോഫിയും ഒരു പപ്സും കൂടെ മേടിച്ച് കഴിച്ചു. അങ്ങനെ ആസ്വദിച്ച സിനിമയൊക്കെ കണ്ടു. ഇടയ്ക്ക് കുറച്ച് ലാഗ് അടുപ്പിച്ചെങ്കിലും സിനിമ നൈസായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടിറങ്ങിയപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചു ഒരു ഊണ് കഴിച്ചിട്ട് പോവാന്ന്. അങ്ങനെ നേരെ ഹോട്ടലിൽ കയറി ഊണ് ഓർഡർ ചെയ്തു. ചോറും മരിച്ചീനിയും അവിയലും തോരനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സാമ്പാർ ഉണ്ടായിരുന്നു, പക്ഷേ സാമ്പാർ ഞാൻ എടുത്തില്ല, പുളിശ്ശേരി കൂട്ടിയാണ് കഴിച്ചത്. പിന്നെ അവരുടെ സ്പെഷ്യൽ ഉണ്ടായിരുന്നു കൊഞ്ച് തീയലും മേടിച്ചു. സൈഡിലൊരു പാത്രത്തിൽ മീൻകറി വെച്ചേക്കും കേട്ടോ, നമുക്ക് ആവശ്യത്തിനെടുത്ത് ഒഴിക്കാം. അങ്ങനെ അതും കൂട്ടി ചോറ് കഴിച്ചു തുടങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ ഓർഡർ ചെയ്തു. കൊഞ്ച് ഇഷ്ടമായതുകൊണ്ട് തന്നെ കൊഞ്ച് ഫ്രൈ ആണ് ഓർഡർ ചെയ്തത്. പിന്നെ ഒരു അയല ഫ്രൈ കൂടി വാങ്ങിച്ചു. കൊഞ്ചിന് ഇച്ചിരി റേറ്റ് കൂടുതലായിരുന്നു, ക്വാണ്ടിറ്റി അതിനനുസരിച്ചുള്ളത് കിട്ടിയതുമില്ല. പക്ഷെ കൊഞ്ച് തീയൽ നൈസായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ചോറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഞങ്ങൾ പോയ ഹോട്ടൽ എന്ന് പറയുന്നത് നാടൻ കടയും വീട്ടിലെ ഊണുമാണ് കേട്ടോ. വഞ്ചിയൂരാണ് അതുള്ളത്. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി കയറി. ആപ്പിൾ വാങ്ങാനാണ് മെയിൻലി കയറിയത്. അപ്പോഴത്തേക്കാണ് അവിടെ ഒരു സ്പെഷ്യൽ സാധനം കണ്ടത്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആദ്യം കണ്ടപ്പോൾ ഞാനിത് പ്ലാസ്റ്റിക് ആണെന്നാണ് കരുതിയത്, പക്ഷേ ഇത് ഒറിജിനലാണ് കേട്ടോ. ഇതാണ് ചൈനീസ് മുന്തിരി. അങ്ങനെ ചൈനീസ് മുന്തിരി മേടിച്ചില്ല, ആപ്പിളും മേടിച്ച് പാലും മേടിച്ച് ഞങ്ങൾ വീട്ടിൽ പോയി ദായുവിനെയും പിക്ക് ചെയ്തു. ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് ദായുവിന് സൈക്കിൾ മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, ദായുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. അങ്ങനെ അവൾ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് സൈക്കിൾ മേടിക്കണമെന്ന്. അപ്പോൾ അത് തന്നെ മേടിക്കാൻ വേണ്ടി ഇഷ്ടപ്പെട്ട ഒരു സൈക്കിൾ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചവിട്ടിയൊക്കെ നോക്കി. വലിയ കുഴപ്പമില്ലാതെ ചവിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ റേറ്റൊക്കെ നോക്കിയിട്ട് സൈക്കിൾ മേടിച്ചു. ഓണം ആയതുകൊണ്ട് തന്നെ സൈക്കിൾ മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ ചെറിയൊരു വീഡിയോ ഗെയിം ഗിഫ്റ്റും കിട്ടിയായിരുന്നു. അങ്ങനെ അതൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ ചെറിയൊരു കേക്ക് കൂടി വാങ്ങിച്ചു. അവളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു കേക്ക് മുറി മാത്രം ഉണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബൈ.